കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കേരളത്തെ പിന്നിലാക്കുന്ന തരത്തിലുള്ള മുന്നേറ്റമാണ് പലപ്പോഴും ഗൾഫ് മലയാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ പ്രവാസി കൂട്ടായ്മകളും മലയാളി സാംസ്കാരിക സംഘടനകളും ഗൾഫിലുടനീളം നടത്തിവരുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ ഇതിനുള്ള മികച്ച ഉദാഹരണമാണ്. ഇക്കൂട്ടത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്നവരാണ് ഖത്തർ മലയാളികൾ. ദോഹയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിവിധ കൂട്ടായ്മകൾക്കിടയിൽ ഇതിനകം ശ്രദ്ധേയമായി മാറിയ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററിനു കീഴിൽ നടന്ന അമച്ചർ നാടക മത്സരവും പ്രവാസി മലയാളികളുടെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ അടയാളമായി മാറി. ദോഹയിലെ നാടകപ്രേമികളുടെ അംഗീകാരം പിടിച്ചുപറ്റിയ 6 നാടകങ്ങളാണ് അരങ്ങിലെത്തിയത്. അവതരണത്തിലെ പുതുമയിലും രംഗസജ്ജീകരണം ഉൾപ്പെടെയുള്ള സാങ്കേതിക തികവിലും നാടകങ്ങൾ ഓരോന്നും വേറിട്ടു നിന്നു. കാണികളെ പിടിച്ചു നിർത്താനുള്ള തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെ പ്രയത്നങ്ങൾ FCCയുടെ അരങ്ങിൽ ഒരു പരിധിവരെ വിജയിച്ചു. ഖത്തർ പ്രവാസികളിലെ നാടക പ്രവർത്തകർക്ക് തങ്ങളുടെ രംഗാവിഷ്കാരങ്ങൾക്കുള്ള മികച്ച വേദിയൊരുക്കുകയായിരുന്നു FCC. രണ്ടാമത് ഖത്തർ കേരളീയത്തിന്റെ ഭാഗമായാണ് FCC നാടക മത്സരം സംഘടിപ്പിച്ചത്. ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ പ്രമുഖ നാടക പ്രവർത്തകൻ സാംകുട്ടി പട്ടങ്കരിയെ ആദരിച്ചു. സംസ്കൃതി ഖത്തർ, ക്യൂ മലയാളം, ശാന്തി തിയേറ്റേഴ്സ്, നാടക സൗഹൃദം തുടങ്ങിയവരാണ് നാടകങ്ങൾ അരങ്ങിലെത്തിച്ചത്. കഴിഞ്ഞ തവണ എന്നോട് പറഞ്ഞത് അന്ന് അവസാനോട് ഞാൻ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്. മനുഷ്യന്റെ ആയുസിന്റെ കാര്യമല്ലേ അറിയണ്ട. അത് നമ്മുടെ കയ്യിലൊന്നും അല്ലല്ലോ. എല്ലാത്തിനും അതിന്റെ കാര്യത്തിൽ തർക്കം സമയക്കല്ലേ എന്റെ അറിയണ്ട എന്ന് വെച്ച് ഞാനെന്നോട് മോശം ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഈ ചത്തുലോക്കിന് ജീവൻ കൊടുത്തത് ഇനി ഞാൻ പെണ്ണാവില്ല. അന്ന് വേണ്ട ബ്രഹ്മാവാണോ അച്ഛൻ പറഞ്ഞു. ബ്രഹ്മാവോ? ആരപ്പം ബ്രഹ്മാവോ അല്ല, ഒരു ഒറ്റുമാവോ അല്ല. എന്തായാലും ഈ പണി ഇനി ഞാൻ ചെയ്യും. സമയം, ദി പിഗ്മാൻ, ദി സൂ സ്റ്റോറി, മറുപിറവി, രാവുണ്ണി, പദപ്രശ്നങ്ങളിലൂടെ അവനും അവളും എന്നിങ്ങനെ അരങ്ങിലെത്തിയ നാടകങ്ങളെല്ലാം വ്യത്യസ്തത പുലർത്തി. സംസ്കൃതി ന്യൂസലത്ത യൂണിറ്റ് അവതരിപ്പിച്ച സമയം 1ാം സ്ഥാനം നേടി. ക്യൂ മലയാളം അവതരിപ്പിച്ച ദി പിഗ്മാൻ 2ാം സ്ഥാനവും സംസ്കൃതി ദോഹ അവതരിപ്പിച്ച സൂ സ്റ്റോറി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമയത്തിന്റെ സംവിധായകൻ നൌഫൽ ഷംസ് മികച്ച സംവിധായകനായി. സമയത്തിലെ അഭിനയത്തിന് മികച്ച നടനായി ഫിറോസ് മൂപ്പനും നല്ല നടിയായി നാടക സൗഹൃദം അവതരിപ്പിച്ച മറുപിറവിയിലെ അഷ്ടമിയും തെരഞ്ഞെടുക്കപ്പെട്ടു. അവതരണം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും മത്സരം ശ്രദ്ധേയമായി. അഭിനേതാക്കളുടെ പ്രകടനവും പ്രകാശം, പശ്ചാത്തല സംഗീതം എന്നിവയുടെ വിധാനത്തിലുള്ള കൃത്യതയും സൂക്ഷ്മതയും പ്രമേയപരമായി ഹൃദ്യവുമായിരുന്നു 1ാം സ്ഥാനം നേടിയ സമയം. ഞാൻ നന്നാക്കാൻ കൊണ്ടുകൊണ്ട് അതെയോ? ഓ ഇടയ്ക്കിടയ്ക്ക് എനിക്കതിന്റെ ഒച്ച കേൾക്കണം. പിന്നെ എപ്പോഴുമുള്ള തെക്ക് തെക്കേ എന്നുള്ള ആ ശബ്ദം
ശരിയാവുമെന്ന് തോന്നിപ്പോ അത് നോക്കുമ്പോൾ എന്റെ ഒച്ചയും അനുഭവം കണ്ണുക്കൾ പോലെ. അതൊക്കെ അച്ഛന്റെ തോന്നല അച്ഛ. അല്ല അല്ല, ക്ലോക്ക് സമയം അറിയാൻ വേണ്ടി മാത്രമുള്ളതല്ലാണ്ട് പറ്റും. അതിന്റെ ഒച്ച കേൾക്കുമ്പോൾ സമയം കടന്നു പോവാണല്ലോ എന്നുള്ള ബോധം കൃത്യമായിട്ടുണ്ടാവും. ചിലപ്പോ തോന്നാറുണ്ട് അച്ഛന്റെ ഓരോ തോന്നലാന്നേ. അല്ലടാ, പന്നികൾക്ക് സമാനമായ അടിമ സമാനമായ മനുഷ്യജീവിതത്തിന്റെ വിവിധ മുഖങ്ങളാണ് രണ്ടാമതെത്തിയ പിഗ്മാനിലൂടെ അവതരിപ്പിച്ചത്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും സ്വഭാവ വൈജാത്യങ്ങളിലൂടെ കടന്നുപോകുന്നതാണ് മൂന്നാം സ്ഥാനം നേടിയ ദി സൂ സ്റ്റോറിയുടെ പ്രമേയം. സ്റ്റേജ് സെറ്റിംഗും നാടൻ പാട്ടുകളുടെ അവതരണവും കൊണ്ട് മറുപിറവിയും ശ്രദ്ധേയമായി. ഈ വർഷത്തെ ഖത്തർ കേരളീയത്തിന് മികച്ച തുടക്കമായി മാറുകയായിരുന്നു FCCയുടെ അരങ്ങ് നാടക മത്സരം. കാഴ്ച എന്ന പേരിലുള്ള ഫിലിം ഫെസ്റ്റിവലും സ്കൂൾ കലോത്സവം, വനിതാവേദിയുടെ വിവിധ പരിപാടികൾ എന്നിവയും ഉൾക്കൊള്ളുന്ന ആഘോഷ പരിപാടികളുടെ സമാപനത്തിൽ നടൻ ശ്രീനിവാസനും KEN കുഞ്ഞഹമ്മദുമാണ് മുഖ്യാതിഥികളായി